നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ട്രാൻസ്പോർട്ടേഷൻ എന്താണെന്നാണ്. നോർമലി അക്കാഡമിക്സിൽ 3 ഏരിയാസാണ് നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഫസ്റ്റ് ഇസ് ട്രാൻസ്പോർട്ടേഷൻ, സെക്കൻഡ് ഇസ് ലോജിസ്റ്റിക്സ് ആൻഡ് തേർഡ് വൺ ഇസ് സപ്ലൈ ചെയിൻ. ഈ 3 കാര്യങ്ങളും നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ ഫീൽഡിൽ ഉറപ്പായിട്ടും പിടിച്ചു നിൽക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അവിടെ ശോഭിക്കാനും പറ്റും. അതിൽ നമുക്ക് ആദ്യം നോക്കാനുള്ളത് ട്രാൻസ്പോർട്ടേഷൻ എന്താണെന്നാണ്. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു പോയിൻ്റ് എയിൽ നിന്ന് ഒരു വസ്തുവിനെ പോയിൻ്റ് ബിയിൽ എത്തിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. പോയിൻ്റ് എ എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ്. എപ്പോഴും യാത്ര തുടങ്ങുന്ന ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആണല്ലോ. അത് നമുക്ക് തൽക്കാലം എ ആയിട്ട് എടുക്കാം. ആ ഒരു മെറ്റീരിയലോ അല്ലെങ്കിൽ ആ ഒരു പാസഞ്ചറിനെ നമ്മൾ ബി എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് കൊണ്ടുപോവുകയാണോ, ആ ബി എന്ന് പറയുന്നത് ആ മെറ്റീരിയൽ അല്ലെങ്കിൽ ആ ഒരു ആർട്ടിക്കിൾ എത്തേണ്ട സ്ഥലം അല്ലെങ്കിൽ ഫൈനലി എത്തിച്ചേരേണ്ട സ്ഥലത്തിനെയാണ് നമ്മൾ ബി എന്ന് പറയുന്ന ഒരു മാർക്കർ കൊണ്ട് ഡെസിഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഡെഫിനിഷൻസ് പറയുന്നത് ഇങ്ങനെയാണ്: ട്രാൻസ്പോർട്ടേഷൻ ഇസ് ദ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ്, പീപ്പിൾ ആൻഡ് സർവീസസ് ഫ്രം വൺ ലൊക്കേഷൻ ടു അനദർ യൂസിങ് ഡിഫറെൻ്റ് മോഡ്സ് ഉപയോഗിച്ച് ഗുഡ്സിനെയും പാസഞ്ചേഴ്സിനെയും മൂവ് ചെയ്യുക. ആസ് വെൽ ആസ് സെയിം ടൈം ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ഒരു സേവനം കൂടിയാണ്. ചില കമ്പനികൾ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന സേവനമായിട്ടാണ് നമുക്ക് തരുന്നത്. സർവീസ് എന്ന് പറയുമ്പോൾ നമുക്ക് കാണാനും തൊടാനും പറ്റത്തില്ല, പക്ഷെ ഫീൽ ചെയ്യാൻ പറ്റുന്ന എൻറ്റിറ്റീസിനെയാണ് നമ്മൾ സർവീസ് എന്ന് വിളിക്കുന്നത്. കാണാനും തൊടാനും പറ്റുന്ന കാര്യങ്ങളെ നമ്മൾ പ്രോഡക്ട്സ് അല്ലെങ്കിൽ ടാഞ്ചിബിൾ മെറ്റീരിയൽസ് എന്ന് വിളിക്കാറുണ്ട്. അത് പറ്റാത്ത കാര്യങ്ങളെയാണ് നമ്മൾ സേവനങ്ങൾ എന്ന് പറയുന്നത്. സോ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നൊരു സേവനമാണ്. നമുക്ക് കാണാനോ തൊടാനോ പറ്റില്ല, പക്ഷേ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നൊരു സേവനം നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ ഓക്കെ, പോയിൻ്റ് എയിൽ നിന്ന് ഞാൻ കയറി പോയിൻ്റ് ബിയിൽ സാധനം എത്തി അല്ലെങ്കിൽ ഞാൻ എത്തി എന്നെനിക്ക് ഫീലിംഗ് കിട്ടും. സോ അങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ പറയുക ഒരു എൻറ്റിറ്റിയാണ് ഈ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ പ്രോസസ്, ഇറ്റ് ഇസ് എ ടെക്നിക് ദാറ്റ് ഇസ് യൂസ് ടു മൂവ്. എന്തെങ്കിലും ഒരു സാധനം പോയിൻ്റ് എയിൽ നിന്ന് പോയിൻ്റ് ബി വരെ മൂവ് ചെയ്യാനുള്ളൊരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു സർവീസ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എന്ന് വിളിക്കുന്നത്. സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ KSRTC, കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. സോ ഇവർ ഓഫർ ചെയ്യുന്നത് ജനങ്ങൾക്ക് ഓഫർ അല്ലെങ്കിൽ സിറ്റിസൺസിന് ഓഫർ ചെയ്യുന്ന ഒരു സർവീസ് എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷനാണ്. അവരെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞ സർവീസ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു എന്താ പറയുക ഒരു ബോഡിയാണ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ അവരെന്തോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പം കൊച്ചിയിൽ നിന്ന് ടിക്കറ്റ് എടുത്തു, KSRTC കയറി, അത് ഫാസ്റ്റോ വേണാടോ സൂപ്പർ എന്തോ ആയിക്കോട്ടെ, ഞാൻ ടിക്കറ്റ് എടുത്തു. ഞാൻ ടിക്കറ്റ് എടുക്കുന്നത് ഞാൻ കയറുന്ന പോയിൻ്റ് അത് എ, ഞാൻ ഇറങ്ങേണ്ട സ്ഥലം, യാത്ര തീരേണ്ട സ്ഥലം ബി വരെ ഞാൻ ടിക്കറ്റ് എടുത്തു. അവരെന്നെ എയിൽ നിന്ന് ബിയിൽ കൊണ്ട് ഇറക്കുവാണ്. അതിനൊരു ഡോക്യുമെൻ്റ് ഉണ്ട്. ആ ഡോക്യുമെൻ്റാണ് ടിക്കറ്റ്, ട്രാൻസ്പോർട്ടേഷൻ ഡോക്യുമെൻ്റാണ് ആ ടിക്കറ്റ് എന്ന് പറയുന്നത്. സോ ഈ ടിക്കറ്റ് എടുക്കുമ്പോഴത്തേക്ക് നമ്മളോ അവരായിട്ടൊരു ഉടമ്പടി അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റ് ആയി ഓൾറെഡി ബിറ്റ്വീൻ അസ് ആൻഡ് ദ ട്രാൻസ്പോർട്ടർ. നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ തരുന്നവരെ നമ്മൾ ട്രാൻസ്പോർട്ടേഴ്സ് എന്നാണ് വിളിക്കുന്നത്. സോ അവർ നമ്മളെന്ത് ചെയ്യും, പോയിൻ്റ് എയിൽ നിന്ന് പിക്ക് ചെയ്ത് പോയിൻ്റ് ബിയിൽ ഡ്രോപ്പ് ചെയ്യും. ഈ പോയിൻ്റ് എയും പോയിൻ്റ് ബിയും ഞാൻ പറയുന്നത് എളുപ്പത്തിന് വേണ്ടിയാണ് കേട്ടോ. പോയിൻ്റ് എ എന്ന് പറയുന്നത് എപ്പോഴും പോയിൻ്റ് ഓഫ് ഒറിജിൻ ആണ്. യാത്ര തുടങ്ങുന്ന ഒരു ജേണി എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻ്റ് എന്ന് പറയുമ്പോൾ ആ എൻറ്റിറ്റിയുടെയോ ആർട്ടിക്കിളോ എവിടെ നിന്നാണോ ഒരു വാഹനത്തിൽ കയറുന്നത് അല്ലെങ്കിൽ എവിടെ നിന്നാണോ അത് അനങ്ങി തുടങ്ങുന്ന ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിനെയാണ് നമ്മൾ ഒറിജിൻ എന്ന് പറയുന്നത്. ട്രാൻസ്പോർട്ടേഷൻ അവസാനിക്കുന്ന അല്ലെങ്കിൽ ആ യാത്ര ആ മെറ്റീരിയൽ ഇറങ്ങേണ്ട അവസാനത്തെ പ്ലേസ്, അത് ഇറങ്ങേണ്ട ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള പ്ലേസ്, അതിനെയാണ് നമ്മൾ പോയിന്റ് ഓഫ് ഡെസ്റ്റിനേഷൻ എന്ന് വിളിക്കുന്നത്. എളുപ്പത്തിൽ പറഞ്ഞാൽ നമ്മൾ ഈ ഗൂഗിൾ മാപ്പൊക്കെ യൂസ് ചെയ്യുമല്ലോ. ഗൂഗിൾ മാപ്പിൽ നമ്മൾ പോയിന്റ് എയിൽ നിന്ന് നിൽക്കുക, അപ്പോൾ പോയിന്റ് ബി, നമുക്ക് എത്തേണ്ട സ്ഥലത്തിൻ്റെ പോയിന്റ് ബിയിൽ നമ്മൾ അടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ വണ്ടി കയറുക അല്ലെങ്കിൽ ബൈക്കിൽ പോവും. എത്തേണ്ട സ്ഥലത്ത് എത്തുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ആ ഗൂഗിൾ വോയിസ് പറയും യു ഹാവ് റീച്ച് യുവർ ഡെസ്റ്റിനേഷൻ. അതിൻ്റെ അർത്ഥം നമ്മൾ എത്തിച്ചേരേണ്ട സ്ഥലത്തെത്തി. അപ്പോഴാണ് ആ യാത്ര അവസാനിക്കുന്നത് അല്ലെങ്കിൽ പൂർണ്ണമായും അവസാനിക്കുന്നത്. സോ ഇതാണ് ട്രാൻസ്പോർട്ടേഷൻ മെയിനായിട്ട്. ട്രാൻസ്പോർട്ട് ഇസ് ദ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം പോയിന്റ് ഓഫ് ഒറിജിൻ ടു ദ പോയിന്റ് ഓഫ് ഡെസ്റ്റിനേഷൻ. പോയിന്റ് എയിൽ നിന്ന് പോയിന്റ് ബി വരെ ഉള്ള മെറ്റീരിയലിൻ്റെ മൂവ്മെൻറ്റ് കാണിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എന്ന് വിളിക്കുന്നത്. KSRTC കണക്കുള്ള കമ്പനീസ്, ഫ്ലിപ്കാർട്ട്, ആമസോൺ, ഇവരൊക്കെ ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുന്നുണ്ട് ഗുഡ്സിനെ എയിൽ നിന്ന് ബിയിലേക്ക് എത്തിക്കാൻ വേണ്ടി. സോ മിക്ക കമ്പനികളും ട്രാൻസ്പോർട്ടേഷനിലൂടെയാണ് മെറ്റീരിയൽസ് മൂവ് ചെയ്യുന്നത്. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് യൂസ് ചെയ്തിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഇതൊരു പ്രോസസ്സാണ് കേട്ടോ. ഗുഡ്സിനെ മൂവ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഈ ട്രാൻസ്പോർട്ടേഷൻ എന്ന്
വിളിക്കുന്നത്. ഇത് ലോജിസ്റ്റിക്സിൻ്റെ ഒരു കീ പാർട്ടാണ്. സപ്ലൈ ചെയിൻ്റെ ഒരു കീ പാർട്ടാണ്. പിന്നെ ഈ നമ്മുടെ ഇൻഡസ്ട്രീസ്, കസ്റ്റമേഴ്സ്, മാർക്കറ്റുകളെയൊക്കെ കണക്ട് ചെയ്യുന്നതും ഈ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ്. സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലയേഴ്സ് റോ മെറ്റീരിയൽ മാനുഫാക്ചറേഴ്സിന് കൊടുക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ മുഖേനയാണ്. മാനുഫാക്ചറേഴ്സ് ഫിനിഷ്ഡ് ഗുഡ്സ് ഹോൾസെല്ലേഴ്സിലേക്ക് എത്തിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ വഴിയാണ്. ഹോൾസെല്ലേഴ്സ് റീറ്റെയിലേഴ്സിന് ഗുഡ്സ് എത്തിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ വഴിയാണ്. റീറ്റെയിലേഴ്സിൽ നിന്ന് കസ്റ്റമേഴ്സ് ഓർഡർ ചെയ്ത് വരുത്തുന്നു സാധനം ട്രാൻസ്പോർട്ടേഷൻ വഴിയാണ്. സോ മിക്ക കമ്പനികളും നിങ്ങളുടെ കൺമുമ്പിലുള്ള മിക്ക ഇൻഡസ്ട്രീസ് ഏത് ഡൊമൈനും ആയിക്കോട്ടെ അവിടെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ്റെ പ്രസൻസ് കാണാൻ പറ്റും. നമുക്കതൊരിക്കലും നിഷേധിക്കാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ട്രാൻസ്പോർട്ടേഷൻ എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. സോ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, പോയിന്റ് എയിൽ നിന്നും പോയിന്റ് ബി വരെ ഗുഡ്സ്, സർവീസ്, ഇൻഫർമേഷൻ മൂവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ്, അതിനെയാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എന്ന് വിളിക്കുന്നത്. നമ്മൾ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഡൊമൈൻ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അത് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ നോർമലി 3 കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒന്ന് ഗുഡ്സ്, പാസഞ്ചേഴ്സ്, പിന്നെ അതിനെ ചുറ്റിപ്പറ്റിയുള്ള റിലേറ്റഡ് ഇൻഫർമേഷൻ. ഈ 3 കാര്യങ്ങളെ വെച്ചിട്ടാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ നോർമലി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇത് 3 ആർട്ടിക്കിൾസിൻ്റെയും മൂവ്മെൻറ്റ്, അതാണ് ഈ ട്രാൻസ്പോർട്ടേഷൻ പ്രോസസ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ ട്രാൻസ്പോർട്ടേഷനെ പറ്റി പറയുമ്പം നമുക്ക് പോയിന്റ് എ ഉണ്ട്, പോയിന്റ് ബി ഉണ്ട്. പോയിന്റ് എ എന്ന് പറയുമ്പം പോയിന്റ് ഓഫ് ഒറിജിൻ ആണെന്ന് നിങ്ങൾക്കറിയാം. പോയിന്റ് ബി എന്ന് പറയുമ്പോഴത്തേക്ക് പോയിന്റ് ഓഫ് ഡെസ്റ്റിനേഷൻ ആണെന്നും നിങ്ങൾക്കറിയാം. യാത്ര തുടങ്ങുന്നത് എപ്പോഴും പോയിന്റ് എയിൽ നിന്നും യാത്ര അവസാനിക്കുന്ന എപ്പോഴും പോയിന്റ് ബിയിലും ആയിരിക്കും. അപ്പം ഈ പോയിന്റ് എയും പോയിന്റ് ബിയെയും നമുക്ക് കണക്ട് ചെയ്യാൻ നമുക്ക് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഈ ഓപ്ഷൻസിനെയാണ് നിങ്ങൾ മോഡ്സ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് വിളിക്കുന്നത്. സോ മോഡ്സ് എന്ന് പറയുമ്പം നിങ്ങൾ ഓൾറെഡി സ്കൂളുകളിൽ പണ്ട് പഠിച്ചിട്ടുണ്ട്. 6ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലൊക്കെ ഇത് ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും, മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട്. സോ ഈ മോഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് സിമ്പിളായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ ഡൊമൈനിൽ മെറ്റീരിയൽസ് മൂവ് ചെയ്യാൻ ഏത് മോഡ് സെലക്ട് ചെയ്യണമെന്ന് വരെ വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു കാര്യമാണ്. അത് കമ്പനിയെ എങ്ങനെ ബാധിക്കും, എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും, എങ്ങനെ ലോസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും, ഇതെല്ലാം നമ്മൾ ഈ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് സെലക്ട് ചെയ്യുന്നത് കണക്ക് ഇരിക്കും. സോ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് എന്തൊക്കെ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എയിൽ നിന്ന് ബിയിൽ ഗുഡ്സ് ആൻഡ് സർവീസ് കൊടുക്കണമെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റും, എയിൽ നിന്ന് ബിയിൽ ഗുഡ്സ് എത്തിക്കണമെങ്കിൽ എങ്ങനെയൊക്കെ എത്തിക്കാൻ പറ്റും, ഏതൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്ത് നമുക്ക് എത്തിക്കാൻ പറ്റും, അതാണ് ഈ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് മെയിനായിട്ട് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോഴത്തേക്ക് ലാൻഡ് ട്രാൻസ്പോർട്ടാണ്. ലാൻഡ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ലാൻഡ് മാസ് യൂസ് ചെയ്ത് ഗുഡ്സ് എത്തിക്കുന്ന ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ ടെക്നീക്കിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ ലാൻഡ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. മെയിനായിട്ട് കരയിലൂടെ മെയിനായിട്ട് ഗുഡ്സ് കൊണ്ടുപോകുന്ന ഒരു പ്രോസസ്സിനെയാണ് ലാൻഡ് ട്രാൻസ്പോർട്ട് എന്ന് വിളിക്കുന്നത്. കരയിലൂടെ 2 മെത്തേഡ്സ് ഓൾറെഡി നമുക്കുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് ട്രാൻസ്പോർട്ട്, സെക്കൻഡ് എന്ന് പറയുന്നത് റെയിൽ ട്രാൻസ്പോർട്ട്. ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് ലാൻഡ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. പൈപ്പ് ലൈൻ വേണമെങ്കിൽ പറയാം, പക്ഷേ ഇത് വൺ ഓഫ് ദ ഫ്ലെക്സിബിൾ മോഡ്സ് എന്ന് പറയുമ്പോൾ അണ്ടർ വാട്ടർ വരെ നമുക്ക് എന്ത് ചെയ്യാം, പൈപ്പ് ലൈൻസ് ഇടാം. ഓവർ ദ ലാൻഡ് നമുക്ക് പൈപ്പ് ലൈൻ ഇടാം, അണ്ടർ ഗ്രൗണ്ട് പൈപ്പ് ലൈൻസ് ഇടാം. സോ ഏത് രീതിയിലും പൈപ്പ് ലൈൻ എന്ന് പറയുന്നത് ഫ്ലെക്സിബിളാണ്. പിന്നെ അതിനെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ബട്ട് തൽക്കാലം നിങ്ങൾ ലാൻഡ് ട്രാൻസ്പോർട്ട് എന്ന് കേൾക്കുമ്പോൾ തൽക്കാലം റോഡ്, റെയിൽ ഓപ്ഷൻസ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. സോ അടുത്തെന്ന് പറയുന്നത് വാട്ടർ ട്രാൻസ്പോർട്ടാണ്. ജലമാർഗം ഗുഡ്സ് എങ്ങനെ പോയിന്റ് എയിൽ നിന്ന് പോയിന്റ് ബി കൊണ്ടുപോകാം. അപ്പോൾ വെള്ളം യൂസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഓപ്ഷനെയാണ് നമ്മൾ വാട്ടർ ട്രാൻസ്പോർട്ട് എന്ന് വിളിക്കുന്നത്. അത് മെയിനായിട്ട് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഇൻലൻഡും ഓഷ്യനും. ഇൻലൻഡ്, ഓഷ്യനെ ചില സമയത്ത് നമ്മൾ സീ ട്രാൻസ്പോർട്ട് എന്നും വിളിക്കാറുണ്ട്. സോ അതാണ് 2 ക്ലാസിഫിക്കേഷൻ ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ട്. പിന്നുള്ളതാണ് എയർ ട്രാൻസ്പോർട്ട്. എയർ ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എയറിലൂടെ എങ്ങനെ ഗുഡ്സ് കൊണ്ടുപോകാം യൂസിങ് എയർപ്ലെയിൻസ്, അതാണ് എയർ ട്രാൻസ്പോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നുള്ളതെന്ന് പറയുന്നതാണ് പൈപ്പ് ലൈൻ. പൈപ്പ് ലൈൻ ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു സെക്ഷനായിട്ടാണ് പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, ലിമിറ്റേഷൻസ് ഉള്ളൊരു മോഡാണ് ഈ പൈപ്പ് ലൈൻ എന്ന് പറയുന്നത്. അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാൻ ഡീറ്റെയിൽ ആയിട്ട്. തൽക്കാലം സെപ്പറേറ്റ് ആയിട്ട് ഞാൻ പൈപ്പ് ലൈൻ പറയുന്നു. പിന്നെ ഈ പോയിന്റ് എ പോയിന്റ് ബി എന്ന് പറയുന്നത് നമ്മൾ നോർമലി ടെക്സ്റ്റ് ബുക്കുകളിൽ എർത്തിലുള്ള പോയിന്റുകളാണ്. സപ്പോസ് ഇപ്പോൾ പോയിന്റ് ബി എന്ന് പറയുന്നത് സ്പേസിലാണെങ്കിലോ, മേ ബി മാസ്, മൂൺ, അല്ലെങ്കിൽ ISS ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനോ ആണെങ്കിലോ, അപ്പോൾ നമ്മുടെ കയ്യിൽ നേരത്തെ പറഞ്ഞ മോഡുകൾ കൊണ്ടൊന്നും ഗുഡ്സ് മൂവ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. നമുക്ക് ലാൻഡ് ട്രാൻസ്പോർട്ട് പറ്റിയെന്ന് വരത്തില്ല, വാട്ടർ ട്രാൻസ്പോർട്ട് പറ്റിയെന്ന് വരത്തില്ല, എയർ ട്രാൻസ്പോർട്ട് പറ്റത്തില്ല, പൈപ്പ് ലൈൻ ഇടാനും ഫീസിബിൾ അല്ല.
അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എൻ്റെ പോയിന്റ് ബി ഈസ് ആൻഡ് വാട്ട് പോയിന്റ് ബി എർത്തിന് പുറത്താണെങ്കിൽ അതിനെ നമ്മൾ എക്സ്ട്രാ ടെറസ്ട്രിയൽ പോയിന്റ് എന്ന് വിളിക്കും. എക്സ്ട്രാ ടെറസ്ട്രിയൽ പോയിന്റ് എന്ന് പറയുമ്പോൾ എർത്തിൻ്റെ സർഫേസിന് പുറത്ത് അല്ലെങ്കിൽ ഔട്ട്സൈഡ് ദ എർത്ത് സർഫേസ് ഓർ അറ്റ്മോസ്ഫിയർ, അങ്ങനെയുള്ള എർത്തിന് പുറത്തുള്ള ഏതൊരു പോയിന്റിനെ നമ്മൾ എക്സ്ട്രാ ടെറസ്ട്രിയൽ പോയിന്റ് എന്നാണ് വിളിക്കുന്നത്. എക്സ്ട്രാ ടെറസ്ട്രിയൽ പോയിന്റ്. ഈ പോയിന്റിലാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള മോഡ്സ് ഒന്നും പറ്റില്ല, ഗുഡ്സ് മൂവ് ചെയ്യാനും എത്തിക്കാനും. സോ നമുക്ക് സെപ്പറേറ്റ് ഒരു മോഡ് വേണം. അതിനാണ് ഈ സ്പേസ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉള്ളത്. നമുക്ക് റോക്കറ്റുകൾ, ഷട്ടിൽസ് ഒക്കെ യൂസ് ചെയ്ത് ഗുഡ്സിനെ എർത്തിൽ നിന്നും ഔട്ട്സൈഡ് ദ അറ്റ്മോസ്ഫിയർ എത്തിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഔട്ടർ സ്പേസിൽ എത്തിക്കാൻ പറ്റും. ഇഫ് ദാറ്റ് പോയിന്റ് ബി ഈസ് ഔട്ട്സൈഡ് ഓഫ് എർത്ത് സർഫസ്, എർത്ത് സർഫസിന് പുറത്താണെങ്കിൽ അല്ലെങ്കിൽ എർത്തിൻ്റെ സർഫസിന് പുറത്തുള്ളൊരു പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ സ്പേസ് ട്രാൻസ്പോർട്ട് എന്നൊരു ഓപ്ഷനെ നമുക്ക് പറ്റുള്ളൂ. സോ ഇത്രയും ഓപ്ഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഫോർ മൂവിങ് ഗുഡ്സ് ഫ്രം പോയിന്റ് എ ടു പോയിന്റ് ബി. ഗുഡ്സ് മാത്രമല്ല, പാസഞ്ചേഴ്സും ഇൻഫർമേഷനും, ഇത്രയും ഒരു പോയിന്റിൽ നിന്ന് പോയിന്റ് ബി വരെ മൂവ് ചെയ്യാൻ ഇത്രയും ഓപ്ഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണോ? സോ നമ്മൾ റീക്യാപ്പ് ചെയ്യാം. നമുക്ക് ലാൻഡ് ട്രാൻസ്പോർട്ട് ഉണ്ട്. ലാൻഡ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്, റോഡും റെയിലും. പിന്നെ വാട്ടർ ട്രാൻസ്പോർട്ട് അവൈലബിൾ ആണ്. ജലമാർഗം കൊണ്ടുപോകാനുള്ളതാണ് വാട്ടർ ട്രാൻസ്പോർട്ട്. അതിൽ നമുക്ക് ഇൻലാൻഡ് ട്രാൻസ്പോർട്ട് ഉണ്ട്, പിന്നെ ഓഷ്യൻ ഓർ സീ ട്രാൻസ്പോർട്ട് ഉണ്ട്, പിന്നെ നമുക്കുള്ളത് എയർ ട്രാൻസ്പോർട്ട് ഉണ്ട്, പിന്നെ നമുക്ക് പൈപ്പ് ലൈൻ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ദ പോയിന്റ് ബി ഈസ് ഔട്ട്സൈഡ് ഓഫ് എർത്ത് വി ക്യാൻ യൂസ് സ്പേസ് ട്രാൻസ്പോർട്ട്. നമുക്ക് സ്പേസ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനും യൂസ് ചെയ്യാൻ പറ്റും എർത്തിന് പുറത്തുള്ളൊരു പോയിന്റ് ആണെങ്കിൽ. സോ ഇതൊക്കെ കൂടെ ചേരുന്നതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ഫോർ മൂവിങ് ഗുഡ്സ് ഫ്രം പോയിന്റ് എ ടു പോയിന്റ് ബി. ഞാൻ വേറൊരു കാര്യം കൂടെ മെൻഷൻ ചെയ്തോട്ടെ. നമുക്ക് ഇനി പറയാനുള്ള വേറൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. ഈ മോഡ് പറഞ്ഞപ്പോൾ തന്നെ അതും കൂടെ പറയേണ്ടതായിരുന്നു. ജസ്റ്റ് ഞാൻ പറഞ്ഞേക്കാം. ചില യാത്രകൾ ഒന്നിൽ കൂടുതൽ മോഡ് യൂസ് ചെയ്ത് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടി വരും. എന്ന് പറയുമ്പോൾ ഒരു ഗുഡ്സ് പോയിന്റ് എയിൽ നിന്ന് റോഡ് വഴിയായിരിക്കും പോകുന്നത്. അതൊരു ചെക്ക് പോയിന്റ് എത്തുമ്പോഴത്തേക്ക് ആ ഗുഡ്സിനെ നമ്മൾ എന്ത് ചെയ്യും? എയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. പിന്നെ കുറച്ച് ദൂരം എയർ വഴി എത്തിയതിന് ശേഷം വേറൊരു പോയിന്റിൽ എത്തുമ്പോൾ അതിനെ പിന്നെയും ചിലപ്പം റെയിൽ വഴിയായിരിക്കും നമ്മൾ ഡെസ്റ്റിനേഷനിൽ അല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ കയ്യിൽ എത്തിക്കുന്നത്. സോ ഒന്നിൽ കൂടുതൽ മോഡ് യൂസ് ചെയ്യേണ്ട സാഹചര്യം വരും. സോ അങ്ങനെ കോമ്പിനേഷൻ ഓഫ് മോഡ്സ് യൂസ് ചെയ്ത് ഗുഡ്സ് കൊണ്ടുപോകുന്ന ഒരു മെത്തേഡും കൂടെ ഉണ്ട്. അതിനെ നമ്മൾ പൊതുവെ മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് എന്നാണ് വിളിക്കുന്നത്. പിന്നെ ഡോക്യുമെൻറ്റേഷൻ്റെ ബേസിസിലും ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സിൻ്റെ ബേസിസിലും അത് പിന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇൻ്റർ മോഡൽ ട്രാൻസ്പോർട്ടും മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ടും. സോ ഇത്രയും ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് അവൈലബിൾ ഉള്ളത്. ഇത്രയും മോഡ്സ് അവൈലബിൾ ആണ്. മോഡ്സിൻ്റെ കോമ്പിനേഷൻ വരുമ്പോഴത്തേക്ക് ഇൻ്റർ മോഡലും മൾട്ടി മോഡൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ട്രാൻസ്പോർട്ടേഷൻ ഭയങ്കര ക്രൂഷ്യലാണ് ഇഫ് യു വാണ്ട് ടു കണക്ട് ഡിഫറെൻറ്റ് പ്ലെയേഴ്സ് ഇൻ ദ മാർക്കറ്റ് ടുഗെദർ. മാർക്കറ്റിലുള്ള പ്ലെയേഴ്സ്, അതിപ്പം സപ്ലയേഴ്സ് ആവാം, മാനുഫാക്ചറേഴ്സ് ആവും, ഹോൾസെല്ലേഴ്സ് ആവും, വെയർ ഹൗസുകളായിരിക്കാം, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആവാം, കസ്റ്റമേഴ്സ് ആവാം. ഗുഡ്സിൻ്റെ മൂവ്മെൻറ്റ് ഉറപ്പുവരുത്തേണ്ടത് യൂസിങ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ്. സോ വി ഹാവ് ടു എൻഷുർ ദാറ്റ് ദ റൈറ്റ് പ്രോഡക്റ്റ് റീച്ചസ് ദ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം ഇൻ ദ റൈറ്റ് കണ്ടീഷൻ ആസ് വെൽ ആസ് എ റൈറ്റ് കോസ്റ്റ്. കറക്റ്റായ സാധനം കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് കറക്റ്റായിട്ടുള്ള സമയത്തിൽ കറക്റ്റ് കണ്ടീഷനിലും റൈറ്റ് എക്സ്പെൻസിലും എത്തിക്കുക എന്നുള്ളതാണ് ട്രാൻസ്പോർട്ടേഷൻ്റെ മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത്. എന്നാൽ മാത്രമേ നമുക്കത് ഫീസിബിൾ എന്ന് പറയാൻ പറ്റുള്ളൂ. നമുക്ക് ഇപ്പം കമ്പനീസ് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുന്ന അറിയില്ല, കസ്റ്റമേഴ്സിന് ഗുഡ്സ് സമയത്തിന് കിട്ടുകയും വേണം, ആസ് വെൽ സെയിം ടൈം കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുകയും വേണം. എക്സ്പെൻസ് കൂടാൻ പാടില്ല, കസ്റ്റമേഴ്സിന് അഫോർഡബിൾ ആയിരിക്കണം, കമ്പനിക്ക് റവന്യൂ കിട്ടുകയും വേണം, അല്ലെങ്കിൽ പ്രോഫിറ്റ് കിട്ടുകയും വേണം. ആ രീതിയിലായിരിക്കണം നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എന്ത് ചെയ്യേണ്ടത്, യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് ആലുവയിൽ നിന്ന് ഒരു മെറ്റീരിയൽ തിരുവനന്തപുരത്തേക്ക് ഞാൻ വിടുക, എനിക്ക് റോഡ് വഴി റെയിൽ വഴി വിടുന്നതായിരിക്കും ഏറ്റവും ചീപ്പ്. പക്ഷേ ഞാൻ എയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അറിയാമല്ലോ, കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ് നോക്കണം. അത് ഓക്കെ പെറിഷബിൾ മെറ്റീരിയൽ ആയിരിക്കും, അല്ലെങ്കിൽ ചീത്തയാവുന്ന സാധനമായിരിക്കും, അല്ലെങ്കിൽ അർജൻറ്റായിട്ട് കിട്ടേണ്ട സാധനമായിരിക്കും, നമുക്ക് എന്ത് ചെയ്യാം, എയർ വഴി എത്തിക്കാം. അതുപോലെ വില കുറഞ്ഞൊരു സാധനം പതുക്കെ കിട്ടണം എന്നൊരു റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ അതൊരിക്കലും എയറിൽ വിട്ടിട്ട് കാര്യമില്ല. കസ്റ്റമേഴ്സിന് ചുമ്മാ നമ്മളത് എന്താ പറയുക, ഓവർ ചാർജ് ചെയ്ത് അവരുടെ നിന്ന് കാശ് വാങ്ങേണ്ടി വരും. സോ ട്രാൻസ്പോർട്ടേഷൻ വളരെ ക്രൂഷ്യലാണ് വെൻ ഇറ്റ് കംസ് ടു കമ്പനീസ് ഓൺ ഹൗ ദേ ഡെലിവർ ദ പ്രോഡക്ട്സ് ടു ദ കസ്റ്റമർ അറ്റ് ദ ഡെസ്റ്റിനേഷൻ. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലോജിസ്റ്റിക്സിലും സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിലും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്ന് പറയുന്ന രണ്ട് ഫാക്ടേഴ്സിനെ കണക്ട് ചെയ്യുന്നത് യൂസിങ് ട്രാൻസ്പോർട്ടേഷനാണ്. പ്രൊഡക്ഷൻ സെൻറ്റേഴ്സിൽ നിന്ന് പ്രോഡക്ട്സ് ഡിമാൻഡുള്ള
കസ്റ്റമേഴ്സ് ഉള്ള അല്ലെങ്കിൽ അവരുടെ പ്രസൻസ് ഉള്ള മാർക്കറ്റുകളിലേക്ക് എത്തിക്കേണ്ടത് യൂസിങ് ട്രാൻസ്പോർട്ടേഷനാണ്. പിന്നെ ട്രാൻസ്പോർട്ടേഷനും കൂടെ ഒരു പ്രോഡക്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ വാല്യൂ കൂടുന്നത്. ഒരു പ്രോഡക്റ്റ് കസ്റ്റമർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ടൈമിൽ അവർക്ക് വേണ്ട രീതിയിൽ കിട്ടിയാൽ മാത്രമേ ആ പ്രോഡക്റ്റിന് എന്തുള്ളൂ, വാല്യൂ ഉള്ളൂ. അത് ഉറപ്പ് വരുത്തേണ്ട ജോലിയാണ് ട്രാൻസ്പോർട്ടേഷനുള്ളത്. ഇപ്പം February 14 ഞാനൊരു ഗിഫ്റ്റ് ഓർഡർ ചെയ്തു, ഫ്ലിപ്കാർട്ട് വഴിയോ ആമസോൺ വഴിയോ എൻ്റെ ഗേൾ ഫ്രണ്ടിനോ വൈഫിനോ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി. സോ ഇത് എത്തേണ്ട സമയം എന്ന് പറയുന്നത് February 13 എനിക്ക് മെറ്റീരിയൽ February 13 എത്തിയാൽ മാത്രമേ എനിക്കതിന് യൂസ് ഉള്ളൂ, അല്ലെങ്കിൽ എനിക്കതിന് വാല്യൂ ഉള്ളൂ. February 14 ഈവനിങ് 7 മണിക്ക് അല്ലെങ്കിൽ February 15 ആണ് അത് കിട്ടുന്നതെങ്കിൽ എനിക്കതിനൊരു വാല്യൂ കാണത്തില്ല. ഞാൻ അത് ഓർഡർ ക്യാൻസൽ ചെയ്യും. കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള സമയത്ത് സാധനം എത്തിച്ചാൽ മാത്രമേ ആ പ്രോഡക്റ്റിന് വാല്യൂ. സോ ഇറ്റ് ആഡ്സ് വാല്യൂ ടു ദ പ്രോഡക്ട്സ്. പിന്നെന്ന് പറയുമ്പോഴത്തേക്ക് ട്രാൻസ്പോർട്ടേഷൻ എത്രത്തോളം പെട്ടെന്ന് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷനിലൂടെ എത്രയും പെട്ടെന്ന് ഗുഡ്സ് നമുക്ക് കസ്റ്റമറിലേക്ക് എത്തിക്കാൻ പറ്റുമോ, വി വിൽ ഹാവ് മോർ സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് ഇൻ അവർ ഹാൻഡ്. നമ്മുടെ കൈവശം കുറേ സാറ്റിസ്ഫൈഡ് ഉള്ള കസ്റ്റമേഴ്സ് നമ്മുടെ കൂടെ കാണും. നമ്മളെപ്പോഴാണ് പറയുന്നത് ഒരു കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണോ? നമ്മൾ പറയുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴാണോ ഒരു കസ്റ്റമർ ആഗ്രഹിച്ച സാധനം ആഗ്രഹിച്ച രീതിയിൽ ആഗ്രഹിച്ച സമയത്ത് ആഗ്രഹിച്ച ദിവസം അത് അവർക്ക് ആഗ്രഹിച്ച രീതിയിൽ എന്ന് പറയുമ്പോൾ ഗുഡ് കണ്ടീഷനിൽ സമയത്തിന് കിട്ടിക്കഴിയുമ്പോഴാണ് ഒരു പ്രോഡക്റ്റിന് ശരിക്കും വാല്യൂ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന സർവീസ് വാല്യൂ ക്രിയേറ്റ് ചെയ്തത് അപ്പോഴാണ്. സോ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമുക്ക് ലീഡ് ടൈം റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ലീഡ് ടൈം എന്ന് പറയുമ്പോഴത്തേക്ക് ഓർഡർ ചെയ്ത് കിട്ടാനുള്ള സമയം, അതാണ് ലീഡ് ടൈം എന്ന് പറയുന്നത്. ഞാനൊരു ഓർഡർ പ്ലേസ് ചെയ്തു, ഞാൻ വെയിറ്റ് ചെയ്യുവാണ്, എത്ര നേരം കഴിഞ്ഞ സാധനം എനിക്ക് കിട്ടി കൈവശം. ആ വെയിറ്റിംഗ് ടൈമിനെയാണ് നമ്മൾ ലീഡ് ടൈം എന്ന് പറയുന്നത്. ലീഡ് ടൈം എത്രത്തോളം കുറവാണോ നമുക്ക് എന്ത് ചെയ്യാം, ഫാസ്റ്റർ ഡെലിവറി ഉറപ്പുവരുത്താം. ഫാസ്റ്റർ ഡെലിവറി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വി വിൽ ഹാവ് മോർ സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ്. പിന്നെന്ന് പറയുന്നത് കോസ്റ്റ് എഫിഷ്യൻസി ഒരു ഫാക്ടറാണ്. ട്രാൻസ്പോർട്ടേഷനാണ് നോർമലി ലോജിസ്റ്റിക്സിൻ്റെ 30-50% കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നത്. എന്ന് പറയുമ്പോൾ ലോജിസ്റ്റിക്സിൻ്റെ ടോട്ടൽ കോസ്റ്റ് നിങ്ങൾ ചിലവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 30-50% കോൺട്രിബ്യൂട്ട് ചെയ്ത ട്രാൻസ്പോർട്ടേഷൻ ആയിരിക്കും. നമുക്ക് എത്രത്തോളം ട്രാൻസ്പോർട്ടേഷൻ എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബില്ലിങ്ങിൽ എമൗണ്ട് കുറച്ച് നമുക്ക് കസ്റ്റമേഴ്സിന് വിൽക്കാൻ പറ്റും. ട്രാൻസ്പോർട്ടേഷനിൽ ചാർജ് കൂടുന്നതനുസരിച്ച് എന്ത് പറ്റും, മെറ്റീരിയൽസിൻ്റെ ഓവറോൾ പ്രൈസും കൂടും. സോ മാക്സിമം എന്ത് ചെയ്യാൻ നോക്കുക, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എത്രത്തോളം നമുക്ക് കുറയ്ക്കാൻ പറ്റും അത്രത്തോളം എഫിഷ്യൻ്റ് ആയിട്ട് പ്ലാൻ ചെയ്യുക. അതിലൂടെ നമുക്ക് കസ്റ്റമേഴ്സിനൊരു അഫോർഡബിൾ സർവീസ് അല്ലെങ്കിൽ അഫോർഡബിൾ മാനറിൽ ഗുഡ്സ് എത്തിക്കാൻ പറ്റും. സോ ഇതൊക്കെയാണ് ട്രാൻസ്പോർട്ടേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. പിന്നെ ഗ്ലോബൽ ട്രേഡിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് ട്രാൻസ്പോർട്ടേഷൻ. എക്സ്പോർട്ട് ഇമ്പോർട്ട് നടക്കണമെങ്കിൽ തന്നെ അവിടെ എന്ത് വേണം, ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടായിരിക്കണം. ട്രാൻസ്പോർട്ടേഷൻ ഉള്ളതുകൊണ്ടാണ് നമുക്ക് എക്സ്പോർട്ട് ഇമ്പോർട്ട് ഉള്ളത്. എക്സ്പോർട്ട് ഇമ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഗ്ലോബലി പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് അവൈലബിൾ ആവുന്നത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എന്താണെന്ന് നോക്കി, ട്രാൻസ്പോർട്ടേഷൻ്റെ ഇമ്പോർട്ടൻസ് നോക്കി, ട്രാൻസ്പോർട്ടേഷനിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മോഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഓരോ മോഡും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. എന്നിട്ട് ഓരോ മോഡിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് ആ മോഡുകൾ യൂസ് ചെയ്യേണ്ടത്, ഏതൊക്കെ സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ആ മോഡുകൾ എന്താ പറയുക അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് നമ്മൾ വിലയിരുത്തും. ഓരോ മോഡ്സിനും അതിൻ്റെ പോസിറ്റീവ് സൈഡ്സും ഉണ്ട്, നെഗറ്റീവ് സൈഡ്സും ഉണ്ട്. അതാണ് പ്രോസ് ആൻഡ് കോൺസ്, നമ്മളത് വിലയിരുത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഏകദേശം ഐഡിയ ഉണ്ട്, ഒരു ഷിപ്മെൻറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ ഏത് മോഡാണ് അതിന് ഫീസിബിൾ അല്ലെങ്കിൽ ഏത് മോഡാണ് യൂസ് ചെയ്യേണ്ടാത്തത്. സോ അങ്ങനെയുള്ള കുറച്ച് ക്രൈറ്റീരിയാസ് നമ്മൾ എന്ത് ചെയ്യും, കവർ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് നമ്മൾ അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് ഇൻ ഡീറ്റെയിൽ ആണ്. സോ എല്ലാവരുടെയും ലൈക്കും സപ്പോർട്ടും മാക്സിമം ഉണ്ടായിരിക്കണം. ആൻഡ് താങ്ക് യു.